എന്തോ ഒരു പേരിട്ടിനെ സൂസി എന്നാനും റോസി ആയിരിക്കും കാവോ ആവാ തെയ്യം കളിയാന്നെല്ലാം പറയുന്നതായിട്ട്. ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഉയരത്തിൽ നിന്നിട്ടേ പറയൂന്ന്. ഉയരം കൂടുന്തോറും ചായ അല്ലല്ലോ ഇപ്പൊ. ഇല്ല, ചായ ഒന്നും തന്നിട്ടില്ല. ഇവര് ഒരു വെറൈറ്റി ആയിട്ട് വെച്ചിട്ട് കുറച്ച് മേലെ കയറി എന്നിട്ട് പറഞ്ഞാന്ന്. ഇപ്പം വരാം. പണ്ടത്തെ കല്യാണ ഫോട്ടോ പണ്ടത്തെ കല്യാണ ഫോട്ടോ എടുക്കുന്നെല്ലാം പറയുന്നത്. നീ 2K ആയതുകൊണ്ട് 90s ട്രോളുന്നല്ലേ? ആവുന്നല്ലാട്ടാ. എന്നാ നമ്മള് പാവങ്ങള് പണ്ടേത്തെ പറഞ്ഞു. എന്ത് പണ്ടത്തെ? പണ്ടേത്തെ ഫസ്റ്റ് എല്ലാം ഫോട്ടോ എടുക്കലല്ലേ. പണ്ടത്തെ എന്ന് പറയുമ്പോ ഏകദേശം ആടിയിരിക്കുന്ന സാധനമില്ല, അതുപോലത്തെ സാധനങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. അമ്മേടെ കാലത്തില് കല്യാണം നൊസ്റ്റാൾജിയ അടിച്ച് തലകേലം വെച്ചിട്ട് ആലോചിക്കുന്ന. അപ്പൊ ഇങ്ങനെ വൈകുന്നേരം ആയാലും നമുക്ക് തോന്നി വെറുതെ ഇരിക്കുമ്പോ ഒരു വ്ളോഗ് അങ്ങ് ചെയ്തേക്കാന്ന് വിചാരിച്ച്. അൻവി ഇടിയില്ല, അൻവി കളിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ അൻവിനെ ആടെ പോയിട്ട് നമുക്ക് കാണേണ്ടി വരും. അവൻ പറഞ്ഞ് വീഡിയോ എടുക്കുമ്പോൾ വിളിക്കണേ, ഞാനങ്ങ് പോയിട്ട് വരാൻ പറഞ്ഞിട്ട് കളിക്കാൻ വേണ്ടി ഒറ്റ ഓട്ടം ഓടിയതാണ് കേട്ടാ. ശനിയാഴ്ച പിന്നെ പിള്ളേർക്ക് കളിക്കണ്ടേ? ശനിയാഴ്ച അല്ലേ, കളിച്ചോട്ടെന്ന് ഞാൻ വിചാരിച്ചു. എന്നാ നീ പോയിക്കോ മോനെ, കളിച്ചോ എന്നെല്ലാം പറഞ്ഞിട്ട് വിട്ടു. വീട്ടിൽ ഏറ്റവും മൂത്ത ആള് കിടന്ന് ഉറങ്ങുന്നുണ്ട്. അയാൾ എണീച്ചയുടെ ഫുൾ അക്രമായിരിക്കും. അയാൾ ഉറങ്ങാൻ പോയിട്ടുണ്ട്, എന്നും വന്നില്ല. ഇനി അയാൾ എണീച്ചിട്ടാകുമ്പോൾ ഞാൻ കാണിക്കാം. അപ്പോൾ എന്നത്തെയും പോലെ ഇന്നും കുറച്ച് വ്യത്യസ്തമായ കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ വന്നത്. വേറെ ഒന്നുമില്ല, വ്യത്യസ്തമൊന്നുമില്ല. ഒരാൾ എണീച്ചിട്ട് വന്നിട്ട് ഏച്ചൂട്ടിന് ഉറങ്ങി തോന്നുന്നു. ആരടാ എന്റെ വീട്ടിൽ കയറി ഇരിക്കുന്നതാണോ? നായെല്ലാം കയറി ഇരിക്കുന്നതാണോ? നിങ്ങളെ ആരടാ എന്റെ വീട്ടിൽ കയറിയിരുന്നു? ആ നായ്ക്ക് നിങ്ങൾ എന്തോ ഒരു പേരിട്ടിനെ സൂസി എന്നാനു? റോസി. റോസി. ആ വാലില്ലാത്ത റോസി. അപ്പോ സംഭവം എന്താന്ന് വെച്ചാല് വീട്ടില് മണ്ണ് നിറച്ചിട്ടുണ്ടേ, എംസാൻഡ് ഇറക്കിയിട്ടുണ്ട്. അതിന്റെ പണി അമ്മേന്റെ റിക്വസ്റ്റ് പ്രകാരം നമ്മളിവിടെ കർമോസ് കാണിച്ചു തരുന്നുണ്ട്. ഇവിടെ കർമോസ് എല്ലാം ഉണ്ട്. കർമോസ് ഉണ്ട് എന്ന് പറയുന്നത് ചില്ലറ കാര്യമാണെന്ന് നീ വിചാരിച്ചേ? വെള്ളം നടക്കുന്നില്ലേ? നിങ്ങൾ കാണിച്ചോളൂ. ഉരുളങ്കല്ല് ഉണ്ടെന്ന് പറയാ. ആടെ ഇറക്കിയത് നല്ല ഉരുളങ്കല്ലെല്ലാം എടുത്ത് മാറ്റി വെക്കണം. അങ്ങനല്ല, നമുക്ക് ഗാർഡൻ ആക്കാൻ വേണ്ടിട്ട് വേണം. അൻവി വന്നിട്ടുണ്ട്, നോക്കട്ടെ. വന്നിട്ടാ പോന്നെയാ പിന്നെയും കളിക്കാൻ പോകാം. എവിടെ പോന്നേ? എന്ത് സാർ തിരക്കുകളൊക്കെ മാറ്റി വെച്ചിട്ട് വന്നിട്ടുണ്ട്. മൾബറിയാ മൾബറി ഉണ്ട് എന്നും പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് വർത്താനം പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നയാ. ഒന്നുണ്ടേനു, അത് താഴെ വീഴുന്നു. ഇതിന്റെ മുകളിൽ ഒന്നുള്ളത് കാണിച്ചു തരാം. മൾബറി ഈ ലെവൽ കണ്ടിട്ടുണ്ടാവും എല്ലാവരും. ഇങ്ങനത്തെ കളറ് വലിയ മുതലാളി എണീച്ചെന്ന് പറഞ്ഞിട്ട് ഓടുന്നുണ്ടോ? സംഭവം അൻവി കളിക്കാൻ പോയെടുക്കുന്ന ഇപ്പോൾ ഓടി വന്നതാണ് കേട്ടോ. നമ്മളിവിടെ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് അത് ഞാൻ വിളിച്ചിട്ട് വന്നൊന്നല്ല. അതുകൊണ്ട് ഇന്ന് അവൻ്റെ ഒന്നിച്ച് ഞാൻ കളിക്കാമെന്ന് വിചാരിച്ച്. എല്ലാ ദിവസവും ഞാൻ കളിക്കലൊന്നുമില്ല അങ്ങനെ, എല്ലാ ദിവസവും ഞാൻ ഭയങ്കര സീരിയസ് ആണ്. പക്ഷെ ഇന്ന് അൻവിൻ്റെ ഒന്നിച്ച് ഇന്ന് കളിച്ചിട്ട് സമയം കളയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അൻവി എന്നാ കളിക്കണ്ടേ? വാ, നീ ആർന്നാ കളിച്ചോണ്ടിരുന്നു ഇത്ര നേരോ? ഒന്നും കളിക്കലില്ല. അവരൊന്നിച്ച് TV ആണല്ലേനോ? എങ്ങനെ തെയ്യം കളി? പഠിപ്പിച്ചേ? അതെന്ത് കളി? അത് കളിയാ? അത് നിനക്കറിയില്ല? എനിക്ക് മുന്നേ അമ്മ സഞ്ചരിച്ചു. വാഴയെല്ലാം എടുത്തിട്ടാ ഇത് കാണിച്ചു കൊടുക്കണം. അമ്മ എന്തോ ക്രിയേറ്റീവ് ആയിട്ട് എന്തോ ചെയ്യുന്നുണ്ട്. ഇതായിരിക്കും കാവോ? ആവാ കുഞ്ഞാ എങ്ങനെ സായപ്പം വെക്കുന്നോലെയാ? ഇങ്ങനെയാ? ആക്കറൊന്നേ നോക്കട്ടെ. സംഭവം എനിക്കിപ്പം പറയുന്ന തെയ്യം കളി മനസ്സിലാവാത്തോണ്ട് ഇത് കളിക്കുന്നിടത്തുനിന്ന് വന്നില്ല. അപ്പൊ ആടുന്ന് എങ്ങനെ കളിക്കുന്ന ഇവരെന്ന് ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരട്ടെ. അൻവി വാടാ, കമാൺ, നമുക്കത് എങ്ങനെയാ നോക്കിയിട്ട് വരാലോ. ഇന്ന് പറഞ്ഞിട്ട് എനിക്കിത് എന്താ
സംഭവം ഇന്ന് അറിഞ്ഞിട്ട് തന്നെ കാര്യം. ഇവിടുന്നാണ് നമ്മുടെ തെയ്യംകളിയുടെ രാജാക്കന്മാരുടെ തെയ്യംകളി. ആ കൂട്ടാ എങ്ങനെയാന്ന് കളി തെയ്യംകളി? ഇത് ഭയങ്കര തെയ്യം കളിയാന്നെല്ലാം പറയുന്നതായിട്ട്. എന്ത് ശിക്ഷ? ഓടുത്ത അമ്മ ഇലയെല്ലാം തലയിൽ വെച്ചിട്ട് കാണാത്ത നീ പറഞ്ഞേ. അമ്മേത് ഒന്നും അറിയാത്ത പോലെ ഇരിക്കുന്ന നോക്കറാ. വീഡിയോ എടുക്കലാന്ന് റെഡി ആയിരിക്കുന്ന പറഞ്ഞാൽ അമ്മ ഫുഡിൽ അറിയാണ്ട് അൺഎക്സ്പെക്ടഡ് ആയിട്ട് കിട്ടാൻ വേണ്ടിട്ട്. ആ നോട്ടം നോക്കിയേക്കണേ. അറിയാൻ വേണ്ടിയാലേ ഞാൻ ട്രോളും അല്ലേ. അപ്പോൾ ഇന്നത്തെ ഈ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള ഈ ഒരു വ്ളോഗ് നമുക്ക് നിർത്താലാണ്. അത്രയും ഉപകാരമുള്ളൊരു വീഡിയോ ഇവർക്ക് ഇതുവരെ കിട്ടിയിട്ടുണ്ടാവില്ല. അത്രയും ഇൻഫർമേഷനും കാര്യങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ടുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുന്നു. സാറ് ഉറക്കായതുകൊണ്ടാണ് അവനെ കാണിക്കാത്തത്. കറക്റ്റ് ടൈമിന് പോയിട്ട് ഉറങ്ങാൻ പോയി. ഇനി അവൻ എണീക്കുമ്പോൾ ഇരുടാവും. പിന്നെ ഇരുട്ടത്ത് പിന്നെ ഫോണിൽ വീഡിയോ എടുത്തൊന്നും കാണാനും ഉണ്ടാവില്ല, ഫുള്ളി ഇരുട്ടായിരിക്കും. അപ്പോൾ വേറെ ഒന്നുമില്ല, നമുക്ക് വെറുതെ ഇരിക്കുമ്പോൾ ഇങ്ങനെ വെറുതെ അങ്ങ് എടുക്കാൻ തോന്നിയിട്ട് അങ്ങനെ എടുത്ത ഒരു വീഡിയോ ആണ്. വെറുതെ അപ്പോൾ ഒന്നുമില്ല. അപ്പോൾ ഓക്കെ, ടാറ്റ.